നമ്മളിന്ന് നോക്കുന്നത് മണ്ടി അടവാണ്. മണ്ടി അടവ് ഒന്നാമത്തേതിൽ തൃപ്പതാക, ഘടകാമുഖം, അളപത്മം ഈ 3 മുദ്രകളും ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം തൃപ്പതാക 2 കൈ പിടിച്ചു, കൈ 2 സൈഡിലേക്ക് നീട്ടിപ്പിടിച്ചു. നമ്മൾ കാലുമ പറ്റി ഒന്ന് ചാടുന്നുണ്ട്. ചാടുമ്പോൾ കൈ ഏത് വശത്തേക്കാണ് നമ്മൾ കളിക്കുന്നുണ്ടെങ്കിൽ ആ വശത്തുള്ള കൈ മലർത്തി പിടിച്ചു. പിന്നെ മുട്ട് കുത്തുമ്പോൾ നമ്മൾ അമർത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കാം, ഒന്ന് ചെരിഞ്ഞിരുന്ന് കുറച്ച് ചെരിഞ്ഞിരുന്ന് കളിച്ചാൽ കൂടുതൽ ഭംഗിയുണ്ടാവും. നോക്കാം. താങ്കിട തക്കദിന, താങ്കിട തക്കദിന, താങ്കിട തക്കദിന, താങ്കിട തക്കദിന, താങ്കിട തക്കദിന. മുദ്ര മാറ്റി ഇവിടെ കൈ ഘടകാമുഖം മുകളിൽ പിടിച്ചു, ഇവിടെ അളപത്മം പിടിച്ചു, ചാടി. താങ്കിട തക്കദിന. ചാടി എനിക്ക് ചവിട്ടി നിൽക്കുമ്പോൾ കാല് ഇവിടെ മടക്കി വെച്ചു. ഇവിടെ ഈ ഘടകാമുഖം, മുകളിലും ഘടകാമുഖം തന്നെ. ഇനി വീണ്ടും ഈ സൈഡിലേക്ക് ഒന്നുകൂടി കളിച്ചു. താങ്കിട തക്കദിന. അപ്പോൾ കൈ ഇവിടെ വന്നു, ചാടി. താങ്കിട തക്കദിന. ഏത് വശത്തേക്കാം കപ്പിടി കളിക്കണമെന്നുണ്ടെങ്കിൽ ആ വശത്തുള്ള കാല് മടക്കി വയ്ക്കാം. ഇത് സെയിം ഇടതുവശം നോക്കാം. താങ്കിട തക്കദിന, 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 താങ്കിട തക്കദിന. പണ്ട് നമ്മളെ പഠിപ്പിച്ച രീതിയാണ് ചാടി മുട്ട് ഇങ്ങനെ കുത്തുന്നത്. ഇപ്പം ചെയ്തു വരുന്ന രീതി ചാടി കാല് പിന്നിലേക്ക് വലിച്ചിട്ടാണ് കുത്തുന്നത് കേട്ടോ. ഞാനിപ്പോൾ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്ന രീതി ഇതാണ്. പിന്നിലേക്ക് വലിച്ചിട്ടാണ് കുത്തുന്നത്. ഞാനിപ്പോൾ കളിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് മുന്നിലേക്ക് കുത്തുന്നതായതുകൊണ്ട് ഞാനത് ചെയ്തു എന്നുള്ളൂ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ കാല് ചാടി പിന്നിലേക്ക് കുത്താം.